എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് നമ്മുടെ പച്ച മാന്തളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല കുറുകിയ പരുവത്തിലുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിനും പിന്നെ ദോശ, ചപ്പാത്തി എല്ലാറ്റിനും പറ്റുന്ന ഒരു കിടിലൻ കറിയാണ്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി എപ്പോഴും ഉണ്ടാക്കണ പുളിങ്കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കണം. ഇതിൽ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കുറുകിയ പരുവത്തിലുള്ള കറിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കണത്. ഞാനൊരു 1/4 കിലോ മാന്തളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഏകദേശം അളവാണ് പറയണത് കേട്ടോ. പിന്നെ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 10-15 കുഞ്ഞുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി തോല് പൊളിച്ചിട്ട് അത് ഇടുക. കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഇടയിലൊന്ന് മുറിച്ചിടുക കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അതിന് ശേഷം ഇതിലേക്കൊരു 3-4 വറ്റൽമുളക്, ഞാൻ ഇവിടെ 4 ഇട്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള വറ്റൽമുളകാണ്. ഇനി എരിവില്ലാത്ത മറ്റേ പിരിയൻ മുളകൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 5-6 വേണ്ടി വരും കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ടു. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക്, ഫുൾ കുരുമുളകും ഇട്ടിട്ട് ഇതൊന്ന് നന്നായി വാടി വരണം. ഒരു വാളൻപുളിയുടെ ഒരു കഷ്ണം ഇടുന്നുണ്ട്, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയുടെ ഒരു കഷ്ണവും അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായി വഴന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതും കൂടി ഇടണം. വലിയ തക്കാളി ആയ കാരണം ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 2 വേണ്ടി വരും. അപ്പോൾ അതും കൂടി ഒന്ന് വാടിയിട്ട് അതിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ഒന്ന് ഉടഞ്ഞ് കളറൊക്കെ മാറി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രം വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ കറിക്ക് ഒരു കുറുകിയ പരുവത്തിലാക്കി തരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ തേങ്ങ ഒന്നും വറുത്തരയ്ക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആറാൻ വയ്ക്കാം. ഇത് ആറിയതിന് ശേഷം മിക്സിയിൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഉലുവ ഒന്ന് പൊട്ടിക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒന്നല്ലെങ്കിൽ അരിയാം അല്ലെങ്കിൽ ചതയ്ക്കാം, പേസ്റ്റ് ഇടരുത്. ഇതിടയിൽ ഈ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് വേണം മീൻകറിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ഒന്ന് ചതച്ചത്, ഇതൊന്ന് ബ്രൗണായി വരണം. അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇടുക. അതിന് ശേഷം ഇതൊന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറ് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ഇനി എരിവുള്ളതല്ല ഇടുന്നത്, കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇടുക. അതിന് ശേഷം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണ് കുമിച്ചെടുക്കുന്നുണ്ട്, ഫുള്ളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എരിവ് വേണം എന്നുള്ളവർക്ക് ഇനി എരിവുള്ള മുളക് പൊടിയും 2ഉം കൂടി മിക്സ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഒന്നല്ലെങ്കിൽ നന്നായി കുറയ്ക്കുക, അല്ല അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഫുള്ളായിട്ട് ഓഫ് ചെയ്യാം. അതിന് ശേഷം പിന്നെ മറ്റേ മസാല ഇടുമ്പോൾ കത്തിച്ചാൽ മതി രണ്ടാമതും ഗ്യാസ്. അതെങ്ങനെ വേണിച്ചാൽ ചെയ്യാം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം മാറും. അതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി നമ്മൾ മൂപ്പിച്ച് വെച്ച മസാല, അതും ഇടുക. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് മിക്സിയിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ആ വെള്ളം ഒഴിക്കുക. അതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളം ഇനി ചേർക്കരുത്, കുറച്ച് ചൂടാക്കിയ വെള്ളം, തിളച്ച വെള്ളം മാത്രം ചേർക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല വഴന്നിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നു. എന്നിട്ട് ആദ്യം ഓൾറെഡി നമ്മൾ വഴറ്റിയ മസാലയാണ് നമ്മൾ അരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴുകിയിട്ടുള്ള കുറച്ച് മാത്രം വെള്ളം ചേർത്തു. അതിന് ശേഷം ഇത് നന്നായി എണ്ണ തെളിഞ്ഞ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചുടുക്കനുള്ള വെള്ളം വേണം. അത്യാവശ്യത്തിന് നമ്മുടെ കറിക്ക് എത്രണ്ട് കൺസിസ്റ്റൻസി വേണം, നന്നായി ലൂസാ വേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ ഇവിടേക്ക് അതിനനുസരിച്ചുള്ള വെള്ളം വേണം ചേർക്കാൻ. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുടംപുളി വേണച്ച ആദ്യം തന്നെ വെള്ളത്തിൽ ഞാൻ കുതിർത്ത് കഴുകിയെടുത്തതാണ്, അതൊന്ന് പിച്ചി ഇടാം.
പുളി അധികം വേണ്ടാന്നുള്ളവർക്ക് ആ തക്കാളിയുടെയും നമ്മുടെ വാളൻപുളി നമ്മൾ ആദ്യം വഴറ്റിയല്ലോ, ആ പുളി മതി എന്നുള്ളവർക്ക് അതും ആവാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് കുടംപുളി. ഉപ്പും ഒരു ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളച്ച് നല്ല പോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ വെട്ടി തിളയ്ക്കണം. അതിന് ശേഷം മാത്രം നമ്മുടെ മീൻ, ഇത് നമുക്ക് മത്തിയിലും ട്രൈ ചെയ്യാം കേട്ടോ. മത്തിയിലും അയലയിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ പച്ച മാന്തളാണ് എടുത്തിരിക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിപ്പോവും. അതിനനുസരിച്ച് 1/4 കിലോ പച്ചമാന്തളം ഇട്ടിട്ട് ഇളക്കി ഇത് ഇനി അടച്ചു വെക്കണ്ട കേട്ടോ. അടച്ചു വെക്കാതെ ഇതിൽ കടന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ കടന്നിട്ട് ഒന്ന് തിളച്ച് വറ്റി വരും. കുറുകിയൊരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാണ്ട്, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നൽകണത് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വറ്റി ഇതായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തേങ്ങാപ്പാൽ, കട്ടിപ്പാൽ തന്നെ വേണം, വെള്ളത്തോട് ചേർത്തിട്ടുള്ളതല്ല, കട്ടിപ്പാലായിട്ടുള്ള ഒരു 1/4 കപ്പ് കട്ടിപ്പാലും കൂടി ചേർത്താൽ നമ്മളുടെ അതിൻ്റെ കളർ മാറും. ഇപ്പോൾ നല്ല ഡാർക്ക് റെഡ് അല്ലേ, അപ്പോൾ അതൊന്ന് മാറി വരും. 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് അഭിപ്രായം പറയൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.